വന്നിരിക്കുന്നു. ഇവർക്ക് 100 ആയുസം. പറഞ്ഞ നാക്ക് വായിലിട്ടപ്പോഴേക്കും വരുന്ന കണ്ടില്ലേ. ആഹാ, അമ്പിളി അനീതിക്ക് കൂട്ടായിട്ട് ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തീരുമാനിച്ചു അല്ലേ? അത് നന്നായി. ചോദിക്കാനും പറയാനൊക്കെ ഒരാളായല്ലോ. അനന്തമാഷിന്റെ മക്കൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയിട്ടാകും സ്വന്തം മകനെ ജാരവേഷം കെട്ടിച്ച് അങ്ങോട്ടേക്ക് അയച്ചത് അല്ലേ? അയ്യോ, അതിന് അവനെ ഞാൻ അയച്ചതല്ല അമ്പിളി. അല്ല, രഘു ചോദിക്കാൻ വന്നപ്പോ ഞാൻ എല്ലാം അങ്ങോട്ട് പറഞ്ഞതാണല്ലോ. ഇന്ദ്രനെ ഇവളെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. അവൻ അവിടെ കയറി ഒളിച്ചതേ ശരിയായ കള്ളനെ പിടിക്കാനായിരുന്നു. എന്നിട്ട് അമ്മയും മോനും കൂടി കള്ളനെ കൈയോടെ പിടിച്ചോ? നിങ്ങളുടെ മകനെ ആ സുകുമാരിയോ അല്ലേ ലോഡ്ജിൽ നിന്ന് പോലീസ് പിടിച്ചത്? എന്നിട്ടാ വലിയ വർത്തമാനം. വാനു നടക്ക്. ഇതെന്തൊരു പിശാചം. ആ അതെ, അപ്പൊ രഘു എല്ലാം പറഞ്ഞല്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോടി ഇന്ദ്രൻ ആരുടെ കൂടെയാണെന്ന്. ദേ, ഇന്നത്തോടെ അവസാനിപ്പിച്ചോണെല്ലാം. നാളെ ഞാൻ അവന്റെ കല്യാണം ഉറപ്പിക്കും, സച്ചി സാറിന്റെ മകളുമായിട്ട്. അത് ഞാൻ അനന്തം മാഷിനോട് പറഞ്ഞിട്ടുണ്ട്. അയാൾക്കത് സമ്മതമാണ്. അതുകൊണ്ടേ നാളെ തന്നെ നീ നിന്റെ തന്തയുടെ കൈയും പിടിച്ച് നാട്ടിൽ തിരിച്ചു പോയിക്കണം. ചേച്ചി, മോനൊന്ന് പിടിച്ചേ. തള്ളയുടെ മകന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ഞാൻ എവിടെ പോണെന്നോ എപ്പോ പോണെന്നോ ഒക്കെ ഞാൻ തീരുമാനിച്ചോളാം. കോടതിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അതിനുശേഷം എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്ന ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കാം. മനസ്സിലായോ? ചേച്ചി